ഷിപ്പ് വെള്ളത്തിൽ മുങ്ങുകയാണല്ലോ. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു പക്ഷെ അതിൽ സാധാരണ മനുഷ്യരാണെങ്കിലോ സ്കൂളിൽ അത് വലിയ അപകടമായി തീരും. ശരി, വാ, നമുക്ക് ആദ്യം ചെന്ന് മേഡം കാൻകോയോട് ഈ കാര്യം പറഞ്ഞേക്കാം. ശരി. അവിടെ ആരുടെയോ ജീവൻ അപകടത്തിലാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എന്റെ പെർമിഷൻ വാങ്ങാൻ വന്നിരിക്കുന്നു. ആദ്യം അവരെ രക്ഷിക്കുകയല്ലേ വേണ്ടത്. ഒരുപക്ഷെ അവർ സാധാരണ മനുഷ്യരാണെങ്കിൽ സ്കൂളിന്റെ രഹസ്യം എങ്ങനെ മറച്ചു വെക്കുന്ന ആലോചിച്ചാ പോരെ. വേഗച്ചില്ലേ, നമ്മൾ വൈകിയാൽ അവരെ രക്ഷിക്കാൻ കഴിയില്ല. ഒരു ഷിപ്പ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേഗം വാ, അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഷിപ്പ് മുങ്ങിപ്പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല. അന്തർ മന്തർ കാലക്കലാന്തർ ഇയാളുടെ ലെങ്സും ഹാർട്ട് ബീറ്റും ഇപ്പോഴും വർക്കാകുന്നുണ്ട്. എന്നാൽ അബോധാവസ്ഥയിലാണ്. എന്നാൽ ഇയാൾ മജീഷ്യനാണെന്ന് തോന്നുന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ. മജീഷ്യൻ ആയിരുന്നെങ്കിൽ ഇയാൾ പറന്ന് രക്ഷപ്പെട്ടേനെ. മിസ് സെക്യൂരിറ്റി, ഇയാളെ മാഗ്നീഷ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. വേഗാവട്ടെ. ഓക്കെ മാഡം, കാണുകോ. താങ്ക് യു രുദ്ര, നീയാണ് അയാളെ രക്ഷിച്ചത്. നീ ഇല്ലായിരുന്നെങ്കിൽ ആ ഷിപ്പ് മുങ്ങിപ്പോയനെ. താങ്ക് യു മാം. മാം, രുദ്ര ഇല്ലായിരുന്നെങ്കിലേ ഞാൻ ആ ഷിപ്പ് രക്ഷിക്കും. ഞാൻ പോകാൻ ഇറങ്ങിയതായിരുന്നു. അതിനിടയ്ക്ക് രുദ്ര അതിനെ വലിച്ചിങ്ങോട്ട് എത്തിച്ചു. എന്തു പറ്റി? ഞാനിപ്പോ പറഞ്ഞത് വല്ല തമാശയാണോ? നീ കഷ്ടപ്പെട്ട് ജോക്കടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നീ ഒരു ജോക്കർ തന്നെയാണ്. കുട്ടികളെ പ്ലീസ്, നിങ്ങൾ തമ്മിൽ ഒരിക്കലും കളിയാക്കരുത്. എല്ലാരും സ്കൂളിലേക്ക് പോകൂ. വേഗം വേഗം. മിസ്റ്റർ മാഗ്നീഷ്യൻ, നിങ്ങൾ സമ്മതിച്ചാൽ എന്റെ അമ്മ ഇയാളെ ശരിയാക്കിയെടുക്കും. എന്റെ അമ്മ വലിയൊരു മജീഷ്യനാണ്. എന്റെ തല കറങ്ങുന്നു. ഞാനിപ്പോ എവിടെയാ? ഒന്നോ എത്രയും പെടുത്ത് നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പാളിനെയും വിളിക്ക്. എനിക്ക് അവരോട് വലിയൊരു രഹസ്യം പറയാനുണ്ട്. സ്കൂളിൽ ആപത്ത് കാത്തിരിക്കുന്നു. ആപത്തോ? എന്താ ആപത്ത്? ഈഗിൾമാൻ, വേഗം ചെന്ന് മേഡം കാണുങ്കോ. പിന്നെ എല്ലാവരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാ. വേഗം പോ. എനിക്ക് ഒരു കാര്യം വളരെ വ്യത്യസ്തമായി തോന്നുന്നു. ഇത്ര വലിയ ഷിപ്പില് ഒരു ഒറ്റ ആൾ മാത്രം എങ്ങനെയാ ഉണ്ടായത്? ഒരാൾ ഇത്ര വലിയ ഷിപ്പ് ഓടിക്കുകയാണെങ്കിൽ അയാൾ ഒരു നോർമൽ മനുഷ്യനാവാൻ ചാൻസ് ഇല്ല. അവൻ തീർച്ചയായിട്ടും ഒരു മജീഷ്യൻ ആയിരിക്കും. ഒരു പക്ഷെ ധൃതിക്കാരന് നമ്മൾ ഇയാളെ മാത്രമായിരിക്കും കണ്ടത്. ഇനിയിപ്പോ മറ്റുള്ളവരൊക്കെ ആ ഷിപ്പിന്റെ അണ്ടർഗ്രൗണ്ട് ചേംബറിലുണ്ടെങ്കിലോ? യെസ് മൈറ, അത് നീ പറഞ്ഞത് ശരിയായിരിക്കും. ലെറ്റ്സ് ഗോ. ഹലോ സർ, നിങ്ങൾ ആരാണ്?
പിന്നെ ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരാൾ ഇങ്ങോട്ട് വരും. അയാൾ വന്നതും നിങ്ങളുടെ എല്ലാം മാജിക് പ്രോപ്പർട്ടീസ് എല്ലാം തട്ടിപ്പറിച്ചെടുക്കും. അതെങ്ങനെയാ ഞങ്ങളുടെ പവേഴ്സ് അവൻ അപഹരിക്കുമെന്ന് പറഞ്ഞത്? ഞാൻ അവനെ ഡിറ്റൻഷനിൽ പറഞ്ഞയക്കും. ഡിറ്റൻഷൻ അല്ല, ഇതിപ്പോ നിങ്ങൾക്ക് ടെൻഷന്റെ സമയമാണ്. കാരണം അവൻ വന്നാലുടനെ എന്ത് പറയുമെന്ന് അറിയാമോ? എന്റെ മാജിക് പവർ വർക്കാവട്ടെ. എല്ലാവരുടെ പവറും അപഹരിച്ചെടുക്ക്. അവരുടെ ശക്തി എന്റെ കൈയിന്റെ അകത്ത് വരട്ടെ. ആരാണോ വരേണ്ടത് അവരിവിടെ എത്തിക്കഴിഞ്ഞു. ഞാനായിരുന്നു നിങ്ങളുടെ പവറൊക്കെ അപഹരിക്കാൻ കാത്തിരുന്നത്. Allow me to introduce myself. ഞാനാണ് ഹണ്ടർ മജീഷ്യൻ. എല്ലാവരുടെ പവറും അപഹരിക്കുന്നത് എന്റെ ഒരു ഹോബിയാണ്. എല്ലാ സ്റ്റുഡൻസിനെയും സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഗ്രൗണ്ടിലേക്ക് വരാൻ പറ. കമോൺ ഫാസ്റ്റ്, എനിക്ക് ടൈമില്ല. ഞാൻ സംശയിച്ചത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഷിപ്പ് മുഴുവൻ എംറ്റിയാണ്. ഇതിൽ ഒരാൾ പോലും ഇല്ല. അയാൾ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് അല്ല. അവൻ ഏതോ ഒരു മജീഷ്യനാണ്. അവൻ നമ്മൾ എല്ലാവരെയും പറ്റിച്ചിരിക്കുകയാണ്. പക്ഷെ എന്തിനാ? വേഗം നമുക്ക് സ്കൂളിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. മാഡം കാണുങ്കോ, എന്താണ് ആലോചിക്കുന്നത്? സ്റ്റുഡൻസിനോട് പുറത്തേക്ക് വരാൻ പറ. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഇവിടെ തന്നെ വെച്ച് ഞാൻ അവസാനിപ്പിക്കും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും സാധാരണ മനുഷ്യരാണ്. നിങ്ങൾക്ക് ശക്തി ഒന്നുമില്ല. വിളിക്കാം, എല്ലാ കുട്ടികളെയും ഞാൻ വിളിക്കാം. എല്ലാ സ്റ്റുഡൻസും ഗ്രൗണ്ടിലേക്ക് വരൂ. എല്ലാ സ്റ്റുഡൻസും ഗ്രൗണ്ടിലേക്ക് വരൂ. എല്ലാ സ്റ്റുഡൻസും ഗ്രൗണ്ടിലേക്ക് വരൂ. എല്ലാ സ്റ്റുഡൻസും ഗ്രൗണ്ടിലേക്ക് വരൂ. മന്തർ, ഞാനാണ് മാജിക് ഹണ്ടർ. എല്ലാവരുടെ പവർസും അപഹരിച്ചെടുക്ക്. ഈ കുട്ടികളുടെ അകത്തുള്ള ശക്തികളൊക്കെ അപഹരിക്ക്. ഹണ്ടർ മജീഷ്യൻ, കുട്ടികളെ വിട്ടേക്കൂ. നമ്മൾ വരാൻ താമസിച്ചു. ദാ അവിടെ നോക്ക്. അവനെ ഇതിനു മുമ്പ് എവിടെ കണ്ടതുപോലെ തോന്നുന്നല്ലോ. യെസ്, അത് ഹണ്ടർ മജീഷ്യൻ അല്ലേ? എല്ലാവരുടെ മാജിക്കൽ പവേഴ്സും അവനെടുക്കാണ്. വേണ്ട മൈറ, ഇറ്റ്സ് ടു ലേറ്റ്. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, പ്രശ്നം എത്ര വലുതായാലും ശരി, നമ്മുടെ മൈൻഡ് എപ്പോഴും ശാന്തമായിരിക്കണം. വളരെ ഷോർട്ടായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അവൻ എല്ലാവരുടെ പവേഴ്സും അപഹരിച്ചു കഴിഞ്ഞു. ഓക്കേ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് എനിക്ക് താങ്ക് യു പറയൂ. കാരണം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ ജീവനും വിട്ടു തന്നിരിക്കുകയാണ്. പറയൂ. എന്താ പറയില്ലേ? ഗ്രേറ്റ്, നിങ്ങൾ എല്ലാവരും വളരെ അനുസരണയുള്ള ആളുകളാണല്ലോ. എന്നാ ശരി, ഞാൻ പോട്ടെ. ബൈ.